ഹലോ സുഹൃത്തുക്കളെ, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ? ഹലോ, നമസ്കാരം. നമസ്കാരം. വന്ന എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടെ സ്വാഗതം പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയാൻ പോവുകയാണ്. നമ്മൾ ഇന്ന് വരെ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞാൽ നമ്മുടെ എല്ലാ സുഹൃത്തുക്കളെയും ബെല്ലൈക്കൺ ആക്റ്റീവാണ് എൻ്റെ ചാനലിൽ. അപ്പോൾ നമ്മൾ അങ്ങനെ ആക്റ്റീവാക്കി വെച്ചത് കൊണ്ട് തന്നെ എൻ്റെ നിങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളുടെയും നോട്ടിഫിക്കേഷൻ അതേ സ്പോട്ടിൽ എനിക്ക് കിട്ടുന്നുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ അത് കിട്ടുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ, ആ നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്യും, ആ വീഡിയോ ആണെങ്കിൽ വീഡിയോ കാണും, ലൈവ് ആണെങ്കിൽ ലൈവിലേക്ക് ആക്സസ് ചെയ്യും. ഒരു 1-2 മിനിറ്റ് അതിൽ സ്പെൻഡ് ചെയ്യും. നമ്മൾ ചിലപ്പോൾ ഓരോ തിരക്കിനിടയിലായിരിക്കും വരിക. അപ്പോൾ ആ തിരക്കിനിടയിൽ നമ്മൾ വരുമ്പോൾ നിങ്ങളോടൊപ്പം ജസ്റ്റ് നമ്മൾ വന്നിട്ടുണ്ട്, ലൈക്ക് ചെയ്തിട്ടുണ്ട്, കമൻറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് നിങ്ങളൊന്ന് അറിയിക്കും. നമ്മൾ എന്തെങ്കിലും തിരക്കാണെങ്കിൽ ആ തിരക്കിലേക്ക് നമ്മൾ വീണ്ടും തിരിച്ചു പോകും. അങ്ങനെയാണ് ഉണ്ടാവുക. നെക്സ്റ്റ് ഒരു കാര്യം പറയുന്നത് വെച്ചാൽ, നിങ്ങളുടെ വീഡിയോ നിങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ആ നോട്ടിഫിക്കേഷൻ, ഈ കമൻ്റ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് റിട്ടേൺ കിട്ടുന്നത് എന്താണെന്ന് വെച്ചാൽ, അതെ 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 അതെന്താണെന്ന് വെച്ചാൽ, ഞാൻ ബെല്ലൈക്കൺ ആക്റ്റീവ് ആക്കി വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഒക്കെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന, എൻ്റെ ലൈവിൽ വരുന്ന, എൻ്റെ വീഡിയോക്ക് താഴെ കമൻ്റ് ഇട്ടിട്ടുള്ള എല്ലാവരുടെയും ബെല്ലൈക്കൺ ആക്റ്റീവാണ്. അപ്പോൾ ഞാൻ നിങ്ങളോട് വീണ്ടും പറയുന്നത് എന്താ വെച്ചാൽ, എനിക്ക് വന്ന അങ്ങനെ നോട്ടിഫിക്കേഷൻ വരുന്ന വീഡിയോയിൽ നമ്മളൊരു കമൻ്റ് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് റിട്ടേൺ കിട്ടുന്നത് ആ നമ്മൾ കൊടുത്ത കമൻ്റ് ഉണ്ടല്ലോ, അവരുടെ വീഡിയോക്ക് നമ്മൾ കൊടുത്ത കമൻറ്റിന് ലൈക്ക്. മനസ്സിലായല്ലോ? അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, വീഡിയോക്ക് നമ്മൾ കൊടുത്ത കമൻറ്റിന് ലൈക്ക്, അതാണ് നമുക്ക് കിട്ടുന്ന റിട്ടേൺ. നമ്മൾ ഒരിക്കലും അങ്ങനെ ഒരു റിട്ടേൺ മാത്രമല്ല പ്രതീക്ഷിക്കുന്നത്. നമ്മളൊരു കമൻ്റ് അങ്ങോട്ട് കൊടുക്കുന്നത് എന്താ വെച്ചാൽ, നമ്മൾക്ക് കൂടുതലുള്ള ഒരു ആക്സസ് ആണ്, നമ്മളിലേക്കും കൂടുതലൊരു ആക്സസ്. ആരെങ്കിലും പ്ലീസ് ഭക്ഷണം കഴിക്കാനും പച്ചക്കറി മേടിക്കാനും 500 രൂപ അയക്കുമോ പ്ലീസ്? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഗൂഗിൾ പേ അല്ലേ വേണ്ടത്? ജി പേ അല്ലേ? നമുക്ക് സെറ്റാക്കാം കേട്ടോ. ജി പേ എന്തായാലും നിങ്ങൾ ഒരു കാര്യം ചെയ്യും, നിങ്ങളുടെ പേജ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക, പബ്ലിഷ് ചെയ്ത് ഉണ്ടല്ലോ, സബ്സ്ക്രൈബ് അക്ഷയ് നമുക്ക് കിങ്ഡം ആഡ് ചെയ്തിട്ടുണ്ട്. 500 സപ്പോർട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ മുറിവുകളും കാര്യങ്ങളൊക്കെ പുള്ളി സെറ്റായിട്ട് ഇട്ട് വെച്ചിട്ടുണ്ട്. 8, 1, 4, 5, 9, 6 ഞാൻ കണ്ടു കേട്ടോ. അപ്പോൾ പുള്ളി അതിലിട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ ആരോടും അതിനെക്കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. നമുക്ക് ഡയറക്റ്റ് അറിയാത്തൊരു കാര്യത്തെ കുറിച്ചിട്ട് നമ്മൾ കൂടുതൽ അതിനെ ഒരു മാറ്ററാക്കി മാറ്റുന്നില്ല കേട്ടോ. അക്ഷയ് ഡയറക്റ്റ് അറിയുന്ന ഒരു സുഹൃത്തുണ്ട്, അരുൺ. ഡയറക്റ്റ് അറിയുന്ന ഒരു സുഹൃത്താണ്, യൂട്യൂബിലൂടെ പരിചയപ്പെട്ടതാണ്. ഞാൻ പുള്ളിയുടെ കാര്യം കൂടെ ഒന്ന് നിങ്ങളോട് പറയാം. ഞാൻ പുള്ളിയുടെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നു. പുള്ളിയുടെ ഒരു കാല് മുറിച്ച് കളഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ കാല് ഏകദേശം അതേ സ്റ്റേജിലാണ് ഉള്ളത്. അപ്പോൾ പുള്ളിയുടെ അടുത്ത് ഞാൻ പോയി, ഞാൻ നേരിട്ട് അനുഭവസ്ഥനാണ് പുള്ളിയുടെ അവസ്ഥ എന്താണെന്നുള്ളത്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്നുള്ളവരുണ്ടെങ്കിൽ, പുള്ളീനൊന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ വരുണിനൊന്ന് ഹെൽപ്പ് ചെയ്തേക്കും. അക്ഷയുടെ കാര്യം എനിക്കറിയില്ല. അക്ഷയ് വീഡിയോ വെച്ചിട്ട് നമുക്ക് ഒരാളിനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പുള്ളി ശരിയായിരിക്കാം തെറ്റായിരിക്കാം ഒന്നും എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. അക്ഷയ് എന്നോട് ക്ഷമിക്കണം കേട്ടോ. എന്നോട് ദേഷ്യമൊന്നും തോന്നരുത്. കാരണം ഒരുപാട് അനുഭവങ്ങളിലൂടെ വന്നതുകൊണ്ട് നമ്മൾ അതിനെ കൂടുതൽ എൻകറേജ് ചെയ്യുന്നില്ല. എന്നോടൊന്നും മനസ്സുകൊണ്ട് വിഷമം തോന്നരുത് എന്ന് വീണ്ടും പറയും. നിങ്ങൾ ചിലപ്പോൾ 100% ശരിയായിരിക്കാം. അങ്ങനെയുള്ളൊരവസ്ഥയിൽ ഞാനിങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് എന്നോട് മനസ്സുകൊണ്ട് വിഷമം തോന്നരുത് കേട്ടോ. ഇനി അഥവാ നിങ്ങൾ തിരിച്ചാണെങ്കിൽ നമുക്കും നിങ്ങളോട് ഒരു വിഷമങ്ങളുമില്ല. നിങ്ങൾ നിങ്ങളുടേതായ കാര്യങ്ങൾ ചെയ്യുന്നു, നമ്മൾ നമ്മുടേതായ കാര്യങ്ങൾ ചെയ്യുന്നു. എല്ലാ പ്രശ്നങ്ങളും വിഷമങ്ങളും മാറിക്കിട്ടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പരസ്പരം. ഓക്കെ.